ഇനി ഞാൻ ഈ ശരീരം പിടിഞ്ഞാൽ ആത്മാവായ ഞാൻ മരിക്കുന്നതല്ല, ഈ ശരീരമാണെന്ന തെറ്റായ പണ്ടത്തെ ആ ധാരണയിൽ നിന്ന് ആത്മാവാണ് ഞാൻ എന്ന തരത്തിലേക്ക് ഉയർന്നു ഈ സ്വരൂപം എല്ലാം എടുത്ത് നിലകൊള്ളുന്ന ഞാൻ, ഈശ്വരനും അല്ലാഹുമായ ഞാൻ. ഈ ശരീരത്തിന് പരിമിതിയുണ്ട്. ശരീരങ്ങൾ ഭൂമിയിലെ എല്ലാത്തിനും പരിമിതികളുണ്ട്. ഈ പരിമിതി കഴിഞ്ഞാൽ ഈ ശരീരത്തെ ഞാൻ വെടിഞ്ഞാൽ ഞാൻ എവിടെ പോകും എന്നാ പ്രശ്നം. ഞാൻ ഈ ഇലാഹും ശിവനിലും തന്നെ ചെന്ന് ചേരും. അതല്ല ഞാൻ അതിൽ നിന്നാണ് രൂപം എടുത്തത്, ഈ ശരീര രൂപം. അത് തിരിച്ചതിലേക്ക് തന്നെ ചെന്ന് ചേരും. വൈനായിലായി ഈ ശരീരം ഭൂമിയാകുന്ന മാതാവ്, എൻ്റെ മാതാവായ ഭൂമിയാകുന്ന മണ്ണായ ഭൂമിയിലേക്ക് തന്നെ ശരീരത്തെ ചേർത്തുകയും ഈ ആത്മാവും മനസ്സും ആ പ്രകാശത്തിലേക്ക് ചെല്ലുകയാണ്. ആ ഇലാഹും ശിവനുമായ എപ്പോഴും നിലകൊള്ളും. അല്ല ഞാൻ മരിക്കേ രൂപം വെളുത്ത് വരിക, അവതരിക്കുകയും തിരിച്ച് ആ പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചു ചെന്ന് ചേരുകയും ചെയ്യും. ഇത് മനസ്സിലാക്കണം. എങ്ങോട്ട് ചേരുകയുണ്ടാവും ആദ്യമായിട്ടുള്ള ഒരു കേൾവിയായിരിക്കും. എവിടെ ചെന്ന് ചേരും? നമ്മൾ ഒരുപാട് ഇതായി പറ്റും മാസമൊക്കെ പറയാറുണ്ട്. ഇലാഹല്ലേ ഇതായി വന്നത്. തിരിച്ച് ആ മണ്ണിലേക്ക് ശരീരത്തെ മണ്ണിന് തിരിച്ചു കൊടുക്കുകയും ആ പ്രകാശത്തിലേക്ക് തിരിച്ച് ചേക്കേറുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും അപ്പോഴും എൻ്റെ മുഖം കാണണ്ട. മുകളിൽ നോക്കിയ ആ നൂറിനെ, ആ ജ്യോതിയെ, ആകാശ പ്രകാശത്തെ കാണാൻ കഴിയും. അതാ റസൂലുള്ളാഹി അനമി നൂറില്ലാഹി എന്ന് പറഞ്ഞ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് കാണെങ്കിൽ, അന്ന മുഹമ്മദ് റസൂലുള്ളാഹിനെ കാണെങ്കിൽ അവിടെ നോക്കിയാൽ മതി, അനമി നൂറില്ലാഹി. നിങ്ങൾ വെറുതെ മരിച്ചു പോയി എന്നൊന്നും പറഞ്ഞ് ഇതാക്കല്ല. മറിഞ്ഞു പോയി ഇനി വരൂല എന്നോ അല്ല പറയുന്നില്ലേ. ഇനി റസൂലുള്ളാഹി വെളിവാവില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, നബി എന്ന് പറഞ്ഞാൽ തന്നെ ആ നൂറിന്, ആദ്യ നൂറിന് തന്നെ അല്ലേ, ആ നാന്റെ പ്രകാശം കുത്ത് ഇറക്കിയിട്ടല്ലോ ബായ. ആ പ്രകാശം ഇറങ്ങി വന്നവനാ ഞാനാ നബി. അതാണ് ഞാനാണ് നബി, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. അതാണ് കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും ഭൂമിയിൽ വന്നുള്ള എല്ലാ ദൈവികമായവരും. ഞാനും നിങ്ങളും ആ നബി തന്നെയാണ്. ആ നൂറ് ഇറങ്ങി വന്നു. ആ ബീജാന്തരങ്ങളുടെ ആ നൂറ് തന്നെയല്ലേ നിങ്ങൾ വീണ്ടും ഗർഭത്തെ സ്വീകരിച്ച് അതിന് കൊടുത്ത് അങ്ങനെ ജന്മജന്മാത്രേ പോകുന്നു. അപ്പോൾ ഞാൻ എവിടെ പോകും? ഈ ശരീരത്തെ വെടിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാ പോവാ? ശരീരം ഇതിലേക്കും എൻ്റെ പൂർവ്വ ആദ്യ സ്വരൂപത്തിലേക്ക് തന്നെ തിരിക്കുക. ഇലാഹിലേക്ക് തന്നെ, ശിവനിലേക്ക് തന്നെ തിരിച്ച് ഞാൻ അവിടെ ഇരിക്കും.